ഈ തറ മൊത്തം അഴുക്കാണല്ലോ ചേച്ചി. ഇന്നലെ ഇവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. മോളുടെ പിറന്നാളായിരുന്നു. ആഹാ, എന്നിട്ട് ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ചിലപ്പം വിട്ടുപോയതായിരിക്കും. അല്ലേലും കണ്ടവരുടെയൊക്കെ എച്ചിൽ പാത്രം കഴുകി കിടക്കണം നമ്മളോടൊക്കെ ആര് പറയാനാ ചേച്ചി? അതെന്താ കല നീ അങ്ങനെ പറഞ്ഞത്? ഞങ്ങളെ പോലൊക്കെ ഉള്ളവരുള്ളതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടിയത്. നിവർത്തികേട്, അല്ലാതെന്താ ചേച്ചി? അല്ലെങ്കിൽ ആർക്കാ ഇഷ്ടം ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ? എടി കലേ, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം ചേച്ചി. ഞാനിന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ കവലയിൽ എന്താ തെക്കും തിരക്കും? കാരണം എന്താ? ജ്വല്ലറി പരസ്യത്തിനെ ഒരു സിനിമാ നടി വരണം. പണ്ട് ഞാൻ ആ ജ്വല്ലറി മുതലാളിയുടെ വീട്ടിൽ നിന്നിട്ടുള്ളതാ. അങ്ങേരുടെ ഭാര്യ എന്നെ കണ്ടിട്ട് ഒന്ന് ചിരിച്ചു പോലും ഇല്ല. അവർക്ക് എന്നെ കണ്ടൊന്ന് ചിരിച്ചാൽ എന്താ, ഞാൻ അവരെ പിടിച്ചങ്ങ് വിഴുങ്ങുവോ? ആ സിനിമാ നടി വന്നപ്പോൾ ഉള്ള സ്നേഹപ്രകടനം കാണുന്നു എന്റെ ചേച്ചി. ഓടിച്ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, എന്തൊക്കെയായിരുന്നു. നമ്മളെ പോലുള്ളവർക്കൊക്കെ അവർക്ക് പുച്ഛം. നിനക്ക് ആ സിനിമാ നടിയോടുള്ള കുശുമ്പോണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് എന്തിനു കുശുമ്പ് ചേച്ചി? അല്ലേലും ഈ അഭിനയിക്കുന്നവർ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. നീ അങ്ങനൊന്നും പറയല്ലേ. അതൊക്കെ ഒരു കഴിവല്ലേ. അതങ്ങനെ എല്ലാവർക്കും കിട്ടണതൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു ചേച്ചി? ഓരോ ദിവസം നമ്മൾ എത്ര അഭിനയിച്ചു കൂട്ടുന്നു. അത് മാത്രല്ല, കഴിഞ്ഞ ആഴ്ച ചേച്ചിയുടെ നാത്തൂൻ വന്നപ്പോ എന്തായിരുന്നു ചേച്ചിയുടെ അഭിനയം. അതൊക്കെ പോട്ടെ, നീ ഇന്നാകെ കലിപ്പിലാണല്ലോ. ശരിയാ ചേച്ചി, ഇന്നലെ അനിയത്തിയുടെ പ്രസവത്തിനായിട്ടേ അനിയത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഏത് ഹോസ്പിറ്റലില്? കൊള്ളാം ചേച്ചി, നമുക്കൊക്കെ സർക്കാർ ആശുപത്രിയല്ലേ ചേച്ചി പറഞ്ഞിട്ടുള്ളൂ. അവിടെ ചെന്ന കിടക്കാൻ ഒരു ഇഞ്ച് സ്ഥലമില്ല. എത്ര ഗർഭിണികളാണെന്നറിയോ ചേച്ചി നിലത്ത് പാവിരിച്ച് കിടക്കുന്നേ. അവിടെ ഒരു സീനിയർ നേഴ്സ് ഉണ്ട്. ആ പുള്ളിക്കാരി വിളിക്കുന്ന ചീത്ത കേൾക്കണം. അവരും ഒരു പെണ്ണല്ലേ ചേച്ചി, ഇങ്ങനെയൊക്കെ പറയാവോ? അവർക്കെതിരെ പ്രതികരിക്കാനും ശബ്ദം ഉയർത്താനും അവിടെ ഒരു സ്ത്രീകളും ഇല്ല, ആരുമില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് തുണി ഉരിഞ്ഞങ്ങ് നിന്ന അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ച അപ്പ വരും കുറെ പെണ്ണുങ്ങള്. എവിടെന്നാന്നറിയത്തില്ല. അവർക്ക് ഈ പാവപ്പെട്ട സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെയും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കെതിരെയും പ്രതികരിക്കാൻ എവിടുന്നാ ചേച്ചി നേരം? അതെങ്ങനെയാ ചേച്ചി? പ്രതികരിക്കാനല്ലല്ലോ, ഫേമസ് ആവാൻ വേണ്ടിട്ടല്ലേ. ചേച്ചി ഒരു എഴുത്തുകാരിയല്ലേ, ചേച്ചിക്ക് ഇവരെ കുറിച്ച് എഴുതിക്കൂടെ? ഒരു പെണ്ണിന്റെ മനസ്സറിയാതെ അവർക്ക് വേണ്ടി സംസാരിക്കാതെ എത്ര വനിതാ ദിനം ആഘോഷിച്ചിട്ട് എന്ത് കാര്യം ചേച്ചി? വനിതാ ദിനത്തിൽ ചേച്ചി എഴുതിയൊരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ഒരു പെണ്ണായതിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്കും ചേച്ചിനെ കുറിച്ച് അഭിമാനമുണ്ട് ചേച്ചി. ചേച്ചിക്ക് എന്തോരം കഴിവുകളാ. ചേച്ചിക്കറിയോ, പണ്ട് എനിക്ക് ഡാൻസ് പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ വീട്ടിൽ അരി പുകയാത്ത പെണ്ണിനൊക്കെ എന്ത് സ്വപ്നം ചേച്ചി? നിനക്കും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കതിന് എവിടുന്നാ ചേച്ചി നേരം? ഒരു ദിവസം ഇതേപോലെ 6 വീടുണ്ട് പാത്രം കഴുകാനും തറ തുടയ്ക്കാനും കക്കൂസ് കഴുകാനൊക്കെ. എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ എന്നെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും ഒരു പെണ്ണായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ചേച്ചി, ഞാനെന്നാ ഇറങ്ങട്ടെ. ചേച്ചി പിന്നെ ഹാപ്പി വുമൻസ് ഡേ.